Hi students, welcome to your new class. ഇന്നത്തെ ടോപ്പിക് എസെൻഷ്യൽസ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ ഓർ ക്രൈറ്റീരിയ ഫോർ ഗുഡ് മെഷർമെൻറ്റ് ടൂൾ ഓർ ഇൻസ്ട്രുമെൻറ്റ്. ഒരു നല്ല മെഷർമെൻറ്റ് സ്കെയിലിന് വേണ്ടതായിട്ടുള്ള എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഏതൊരു റിസർച്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുകയാണെങ്കിലും അതിൽ മെയിനായിട്ട് റിലയബിൾ ആവുക, അതുപോലെ വാലിഡ് ആയിരിക്കുക എന്നുള്ളതാണ് കാരണം. നല്ലൊരു സൗണ്ട് മെഷർമെൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരുപാട് റിക്വയർമെൻറ്റ്സ് അത് മീറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ലൈക്ക് വാലിഡിറ്റി, അതിൻ്റെ റിലയബിലിറ്റി, പ്രാക്ടിക്കബിലിറ്റി എന്നുള്ള പോയിന്റുകളൊക്കെയാണ് വരുന്നത്. There are three major criteria of researcher must use in evaluating a measurement tool. പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ 3 പോയിന്റുകളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എസെൻഷ്യൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗുഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി. ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഏറ്റവും ക്രിട്ടിക്കൽ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് വാലിഡിറ്റിയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ്. നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണോ മെഷർ ചെയ്യുന്നത് അതിൻ്റെ ആ ഡിഗ്രീനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെഷർ. ഈ എടുത്തിരിക്കുന്ന ആ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എബിലിറ്റി ടു മെഷർ വാട്ട് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. എന്തിനെയാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അത് മെഷർ ചെയ്യുന്നതിൽ അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, അതിൻ്റെ എബിലിറ്റി എങ്ങനെയാണ് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ റിവാർഡ് സിസ്റ്റം ഫോർ മെഷറിംഗ് പെർഫോമൻസ് ഓഫ് സെയിൽസ്മാൻ ഈസ് ബേസ്ഡ് ഓൺ സെയിൽസ് ഫിഗേഴ്സ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ റീജിയൻ, ദ റിവാർഡ് സിസ്റ്റം മെ നോട്ട് ബി വാലിഡ് ഇഫ് റീജിയൻ ഡു ഇമ്പാക്റ്റ് സെയിൽസ്. അതായത് നമുക്കൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളൊരു സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കണം. ആ റിവാർഡ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസിലായിരിക്കണം? അവർ എത്ര രൂപയ്ക്ക് സെയിൽസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സെയിൽസ് നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ആ റിവാർഡ് കൊടുക്കേണ്ടത്. അല്ലാതെ അവരുടെ റീജിയൺ ഏതാണ്, ഏത് റീജിയണിൽ അയാൾ ചെയ്തു എന്നുള്ളതിന് പകരം നമ്മൾ എത്ര സെയിൽസ് ഫിഗർ അവർ റേസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് നോക്കേണ്ടത്. Validity is the extent to which an instrument measures what is supposed to measure and performs as it is designed to perform. നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പെർഫോം ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് അതേ പെർഫോമൻസോടെ മെഷർ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അത് വാലിഡ് ആവുന്നത്. ഇറ്റ് ഈസ് റെയർ ഇഫ് നിയർലി ഇമ്പോസിബിൾ ദാറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ബി 100% വാലിഡ്. ഒരിക്കലും നമുക്ക് 100% വാലിഡ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളന്നില്ല. എങ്കിലും വാലിഡിറ്റി ഈസ് ജനറലി മെഷേർഡ് ഇൻ ഡിഗ്രീസ്. വാലിഡിറ്റി എപ്പോഴും ഡിഗ്രീസിലായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. നല്ലൊരു വാലിഡേഷനിൽ എന്തൊക്കെ വരുന്നുണ്ടാവാം? കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ടു അസസ് ദ ആക്യുറസി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അക്യുറസി നമ്മൾ അസസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അത് അനലൈസ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും. There are numerous statistical tests and measures to assess the validity of quantitative instruments, which generally involves pilot testing. റിസർച്ചിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളുണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ വാലിഡിറ്റീനെ അസസ് ചെയ്യാനും മെഷർ ചെയ്യാനും വേണ്ടി. ദർ ആർ സോ മെനി ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. An instrument that is externally valid helps obtain population generalizability or the degree to which sample respondents of population. There are 3 types of validity in this connection. ഇതുമായി ബന്ധപ്പെട്ട് വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു 3 വാലിഡിറ്റികൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, കണ്ടന്റ് വാലിഡിറ്റി. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The extent to which a measuring instrument provides adequate coverage of the topic under study. നമ്മുടെ ടോപ്പിക് എന്താണോ, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ടോപ്പിക് എന്താണോ അതാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ കണ്ടന്റിനെ എത്രത്തോളം കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. If the instrument contains a representative of the population, the content validity is good. നമ്മൾ എടുത്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൽ നമ്മുടെ പോപ്പുലേഷൻ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ കണ്ടന്റ് വാലിഡിറ്റി എന്താണ്? വളരെ നല്ലതാണ്. കണ്ടന്റ് വാലിഡിറ്റി can also be judged by a panel of persons. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടന്റിൻ്റെ വാലിഡിറ്റീനെ ആരാ മെഷർ ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത് പാനൽ ഓഫ് പേഴ്സൺസ് ആയിരിക്കും. And this panel will judge how well the measuring instrument meets the standard. ഈ പാനൽ ഓഫ് ജഡ്ജസ് ആണ് നോക്കുന്നത് നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എത്രത്തോളം നമ്മുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത് ഈ ഒരു ജഡ്ജസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതും ആ വാലിഡിറ്റിയിൽ തന്നെ 3 ടൈപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടന്റ് വാലിഡിറ്റി ആണ്. നമ്മുടെ സ്റ്റഡിയുടെ ടോപ്പിക് എന്താണോ
അത് കവർ ചെയ്യുന്ന തരത്തിൽ എത്രത്തോളം നമ്മുടെ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? എബിലിറ്റി ഓഫ് ദ റിസർച്ചർ ടു പ്രെഡിക്റ്റ് സം ഔട്ട്കം ഓർ എസ്റ്റിമേറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോഴും നല്ലൊരു ഗുഡ് റിസർച്ചർക്ക് കിട്ടുന്ന ഒരു എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹി ക്യാൻ പ്രെഡിക്റ്റ് സം ഔട്ട്കം. ഇത് ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വരും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുക. കൺസേൺഡ് ക്രൈറ്റീരിയ ഷുഡ് പോസസ് ദ ക്വാളിറ്റീസ് ലൈക്ക് റെലവൻസ്, ഫ്രീ ഫ്രം ബയാസ്, റിലയബിലിറ്റി, അവൈലബിലിറ്റി. ഇതെല്ലാമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ക്രൈറ്റീരിയൻ റിലേറ്റഡ് നമ്മൾ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ അത് എത്രത്തോളം റിലയബിൾ ആണ്, ഫ്രീ ഫ്രം ബയാസ് തെറ്റുകളിൽ നിന്ന് എത്രത്തോളം ഫ്രീ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കുക, ഇതൊക്കെയാണ് അവിടെ പറയാനുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ആണ്. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുമ്പം റിലേറ്റ്സ് ടു അസസ്മെൻറ്റ് ഓഫ് സ്യൂട്ടബിലിറ്റി ഓഫ് മെഷർമെൻറ്റ് ടൂൾ ടു മെഷർ ദ ഫിനോമിനൻ ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഫിനോമിനൻ, ആ ഒരു പ്രതിഭാസം, അതിനെ മെഷർ ചെയ്യുന്നതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ മെഷർമെൻറ്റ് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, അതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. Application of construct validity can be effectively facilitated with the involvement of panel of experts closely familiar with the measure and the phenomenon. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡിയുമായിട്ട് വളരെ ക്ലോസ് റിലേഷനുള്ള അല്ലെങ്കിൽ ക്ലോസ്ലി ഫെമിലിയർ ആയിട്ടുള്ള എക്സ്പേർട്സ് ആണ് ഇതിൻ്റെ ഒരു പാനലിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. For example, the application of construct validity is the level of leadership competency in a given organization can be effectively assessed by devising questionnaire to be answered by operational level employees and asking questions about the levels of their motivation to do their duties in a daily basis. നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു ലീഡർഷിപ്പ് കോമ്പിറ്റൻസിനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കാം. അപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് അവരെ ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീനെ, ലീഡർഷിപ്പ് ക്വാളിറ്റീനെ പറയാൻ സാധിക്കുന്നത്. ആ എംപ്ലോയീസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അല്ലെങ്കിൽ ക്വസ്റ്റനെയർ കൊടുക്കുന്നു, അവരത് കൃത്യമായിട്ട് അവരുടെ ആൻസേഴ്സ് തരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഡെയിലി ബേസിസിൽ അവരെ ഡ്യൂട്ടീസ് ചെയ്യുന്നതിൽ എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ് എന്നോട് അറിയാൻ സാധിക്കുന്നത്. അതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് സ്യൂട്ടബിലിറ്റി, നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് നമ്മുടെ സ്റ്റഡിയുമായി റിലേറ്റ് ചെയ്ത് അതിന് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ, ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി. ടെസ്റ്റ് ഓഫ് വാലിഡിറ്റിയിൽ വരുന്ന 3 കാര്യങ്ങൾ: കണ്ടന്റ് വാലിഡ് ആയിരിക്കണം, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ഉണ്ടായിരിക്കണം, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഉണ്ടായിരിക്കാം. ഇനി രണ്ടാമത്തെ മെയിൻ പോയിന്റ് ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി. ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി ഉണ്ടായിരിക്കുക, ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി. റിലയബിൾ ആവുക എന്ന് പറയുന്നത് എന്താണ്? ഗിവ്സ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റിലയബിൾ. നമുക്കത് വിശ്വസിക്കാൻ സാധിക്കണം. എപ്പോഴാണത് നമുക്ക് വിശ്വാസം വരുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ചെയ്താലും ഏത് സമയത്ത് ചെയ്താലും നമുക്ക് ഒരേ റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്? വാലിഡ് ആയിരിക്കും, അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. വാലിഡ് ഇൻസ്ട്രുമെൻറ്റ് മേ ബി റിലയബിൾ. എപ്പോഴും ഒരു വാലിഡ് ഇൻസ്ട്രുമെൻ്റ് എന്തായിരിക്കും? റിലയബിൾ ആയിരിക്കാം. പക്ഷേ റിലയബിൾ ഇൻസ്ട്രുമെൻ്റ് എപ്പോഴും എന്തായിക്കൊള്ളുന്നില്ല? വാലിഡ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ റിലയബിലിറ്റി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ആസ്പെക്റ്റിൻ്റെ മുകളിലാണ്. ഒന്ന് സ്റ്റെബിലിറ്റിയുടെ മുകളിലും ഒന്ന് ഇക്വലൻസിൻ്റെ മുകളിലും. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സെക്യൂറിങ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ്. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആണ്. അതായത് മെഷർമെൻറ്റ് ഓഫ് ദ സെയിം പേഴ്സൺ വിത്ത് ദ സെയിം ഇൻസ്ട്രുമെൻറ്റും സെയിം പേഴ്സണും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടുള്ള ആൻസർ ആണെങ്കിൽ അത് സ്റ്റെബിലിറ്റിയാണ്. ഇക്വലൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വലൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ മച്ച് എറർ മേ ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓർ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഓഫ് ഐറ്റം ബീയിങ് സ്റ്റഡീഡ്. പല തരത്തിലുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ പല സാമ്പിൾസ് അവിടെ സ്റ്റഡി ചെയ്യുമ്പോഴോ എത്രത്തോളം എല്ലാവർക്കും കിട്ടുന്ന എറേഴ്സ് സെയിം ആണ്. അതാണ് ഇക്വലൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിലയബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ 2 തരത്തിലാണ്. ഒന്ന് സ്റ്റാൻഡേർഡൈസ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ മെഷർമെൻറ്റ് ടേക്ക് പ്ലേസ്. എവിടെയാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ ആ കണ്ടീഷൻ എപ്പോഴും വളരെ സ്റ്റാൻഡേർഡൈസ് ആയിരിക്കുക. രണ്ടാമത്തെ ഡിസൈൻ കെയർഫുള്ളി ദ ഡയറക്ഷൻസ് ഫോർ മെഷർമെൻറ്റ്. ഇപ്പോഴും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യുക.
അതിന് വേണ്ടിയിട്ട് നല്ല വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ വേണം നമ്മളെ എംപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സാമ്പിൾ സൈസും ചിലപ്പം എൻലാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ദ മോസ്റ്റ് യൂസ്ഫുൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ബോത്ത് വാലിഡ് ആൻഡ് റിലയബിൾ. ഇപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയായിരിക്കണം? വാലിഡിറ്റി ഉള്ളതും റിലയബിലിറ്റി ഉള്ളതായിരിക്കണം പറയുന്നത്. ഇനി മൂന്നാമതൊരു പോയിന്റ് മെയിൻ വരുന്നത് ടെസ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി. ടെക്സ്റ്റ് ഓഫ് പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുമ്പം ഈ ഒരു മെഷർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് എപ്പോഴും അതിൻ്റെ കൺവീനിയൻസും എക്കണോമി ആൻഡ് ഇൻ്റർപ്രിറ്റബിലിറ്റി ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു മെഷർമെൻറ്റ് പ്രത്യേകത, ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൺവീനിയൻസ്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ബഡ്ജറ്റിന് അനുയോജ്യമായത്, വളരെ എക്കണോമിക്കലായിട്ടുള്ളത് ആൻഡ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. എപ്പോഴും ഈസി ടു അഡ്മിനിസ്റ്റർ, നമുക്കത് എളുപ്പത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കാം. റിസർച്ചറുടെ പർപ്പസ് എന്താണോ അതിന് പ്രോപ്പറായിട്ട് അറ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ലേ ഔട്ട് ആയിരിക്കണം അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ കൺവീനിയൻറ്റ് വൺ. നമുക്കെല്ലാം വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആയിരിക്കണം, ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഇൻ പോസസ് സച്ച് ഫീച്ചേഴ്സ് ഇറ്റ് ഷുഡ് ബി സപ്ലിമെൻറ്റഡ് ബൈ, അതിൽ കൃത്യമായിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ടു അഡ്മിനിസ്റ്റർ ദ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ വേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കുക, സ്കോറിംഗ് കീസ് ഉണ്ടായിരിക്കാം, എവിഡൻസ് ഉണ്ടായിരിക്കുക, റിലയബിൾ ആവുന്നതിൻ്റെ തെളിവുകൾ, അതേപോലെ ഗൈഡ്സ് ഫോർ യൂസിങ് ദ ടെസ്റ്റ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ റിസൾട്ട്സ്. ഇറ്റ് ഈസ് അഫോർഡബിൾ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ബഡ്ജറ്റ് ദെൻ ഇറ്റ് ഹാസ് ഇക്കോണമി. എന്താണ് നമ്മളുടെ ചിലവ്, ഇതിനു വേണ്ടി ചെയ്യാവുന്ന ചിലവിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ നമ്മളവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്ന ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് സ്കെയിൽസ്, സ്കെയിലിനോട് അനുയോജ്യമായിരിക്കുന്ന കാര്യങ്ങൾ. റിസർച്ചർ നമ്മുടെ എത്രയാണോ നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യാനെടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്കെയിലിംഗ് ആയിരിക്കണം നമ്മളെപ്പോഴും എടുക്കേണ്ടത്. വളരെ ലോജിക്കലായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയിലിംഗ് മെത്തേഡ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിന് പ്രധാനമായിട്ട് പറയുന്നത് കണ്ടിനം എന്നാണ് പറയുന്നത്. കണ്ടിനം എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് സ്കെയിലിങ്ങിൽ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് മുതൽ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് വരെ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുന്ന പോയിന്റുകളായിരിക്കണം. അതിൻ്റെ മിഡ് പോയിന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് മെയിൻ പോയിന്റ് പറഞ്ഞാൽ അപ്രോച്ചസ് റിലേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽ. ഒരു സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് അപ്രോച്ചസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക് 5 ടൈപ്പാണ് ഇതിൻ്റെ അപ്രോച്ച് വരുന്നത്. ആർബിട്രറി അപ്രോച്ചാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഒരു സ്കെയിൽ കൺസ്ട്രക്ഷനിൽ റിലേറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്രോച്ചസ് ആണ് ആർബിട്രറി അപ്രോച്ച്. ആ പേരിൽ തന്നെ നമുക്കറിയാൻ പറ്റും അവിടെ അഡ്ഹോക്ക് ബേസിസിലാണ് ഈ ഒരു സ്കെയിൽ ഉണ്ടാകുക. അഡ്ഹോക്ക് ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിറ്റുവേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്കെയിലിംഗ് ആണ് ആർബിട്രറി അപ്രോച്ച്. He collects a number of statements which he believes that they are unmistakable and suitable to a given topic. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു. നമ്മളുടെ വിശ്വാസം എന്താണ്? നമ്മൾ ഈ കളക്ട് ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഒരു തെറ്റുമില്ലാത്തതാണ്. ഹി ചൂസസ് സം ഓഫ് ദം ആൻഡ് ഫോംസ് എ സ്കെയിൽ. അതൊന്ന് ചിലത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു സ്കെയിൽ അവിടെ ഫോം ചെയ്യുന്നു. ദിസ് അപ്രോച്ച് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഡെവലപ്പ് എനി ടൈപ്പ് ഓഫ് സ്കെയിൽ. ദ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ഈസിലി ആൻഡ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞതുമാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കുറേ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലയബിലിറ്റി എപ്പോഴും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്പോണ്ടൻറ്റിൻ്റെ സബ്ജക്റ്റീവ് ലോജിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ സ്കെയിൽ ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അസംഷൻ ദാറ്റ് the statement selects are representing the entire universe. It may not be correct in all cases. നമ്മളെപ്പോഴും ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻറ്റയർ യൂണിവേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ആ ഒരു യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കാം. ആ അസംഷനിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് കൺസെൻസസ് അപ്രോച്ച്. Under this method, the statements are selected by panel of judges by considering the following facts.
ഒരു 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പാനൽ ഓഫ് ജഡ്ജസ് സെലക്ട് ചെയ്യുന്നത്. അതായത് കൺസെൻസസ്, ബോധപൂർവമായിട്ട് നടത്തുന്ന ഒരു അപ്രോച്ചാണ്. അവിടെ വെദർ ദേ കം അണ്ടർ ദ ടോപ്പിക് ഓഫ് സ്റ്റഡി, ടോപ്പിക് ഓഫ് സ്റ്റഡിയിൽ അവർ എത്തിയിട്ടുണ്ടോ അതാണോ നോക്കുക. വെദർ ദേ ആർ മീനിങ് ഫുൾ ആൻഡ് ക്ലിയർ, റിസർച്ച് ചെയ്തിരിക്കുന്നത് വളരെ മീനിങ് ഫുൾ ആയിട്ടാണോ, ക്ലിയർ ആയിട്ടാണോ. ദ ലെവൽ ഓഫ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ദ സ്കെയിൽ റെപ്രസെൻറ്റ്സ്, എന്ത് തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്തിരിക്കുന്ന ആ സ്കെയില് ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിൽ ഏത് ലെവലാണ് അത് റെപ്രസെൻറ്റ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ആഫ്റ്റർ ഡെവലപ്പിംഗ് ദ സ്കെയിൽസ് ദ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ചെക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് വിച്ച് ദേ അഗ്രി. ഈ സ്കെയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പോണ്ടൻസിനോട് നമ്മൾ പറയുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഡിഫറൻഷ്യൽ സ്കെയിൽസ് ഡെവലപ്ഡ് ബൈ LL Thurston ആർ കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി. ഇവിടെയാണ് LL Thurston ഡെവലപ്പ് ചെയ്ത ഡിഫറൻഷ്യൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഡിഫറൻഷ്യൽ സ്കെയിൽ വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ഫോർ മെഷറിംഗ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാരീഡ് ഇഷ്യൂസ് ലൈക്ക് വാർ, റിലീജിയൻ എക്സെട്ര. ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പല തരത്തിലുള്ള മനോഭാവങ്ങളെയാണ് കാണിക്കുന്നത്. ഓരോ പ്രത്യേക കോണ്ടെക്സ്റ്റിലും അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിഫറൻഷ്യൽ സ്കെയിൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കൺസെൻസസ് അപ്രോച്ച് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റിൽ പറയുന്നത് ഐറ്റം അനാലിസിസ് അപ്രോച്ച്. ഐറ്റം അനലൈസിൽ പറയുന്നത് റെസ്പോൺസസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഡിറ്റർമിനിങ് ദെയർ ആക്സസിബിലിറ്റി. നമുക്ക് എളുപ്പത്തിൽ ആക്സസിബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ ബേസിൽ അനലൈസ് ചെയ്യുക. എ പെർട്ടിക്കുലർ ഐറ്റം ഈസ് ഇവാലുവേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഹൗ വെൽ ദേ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദോസ് പേഴ്സൺസ് ഹൂസ് ടോട്ടൽ സ്കോർസ് ആർ ഹൈ ആൻഡ് ദോസ് ഹൂസ് സ്കോർസ് ആർ ലോ. ഇവിടെ നമ്മൾ ഐറ്റം എന്ന പേര് തന്നെ അറിയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എത്ര ആൾക്കാർക്കാണ് ഹയർ സ്കോർ കിട്ടിയിരിക്കുന്നത്, എത്ര പേർക്കാണ് ലോവർ സ്കോർ, അപ്പോൾ ഇവ തമ്മിലുള്ള ആ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ഐറ്റം മാത്രം എടുത്ത് ചെയ്യുന്നതാണ് ഐറ്റം അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. Those items or statements which meet best to this sort of discrimination test are included in the final statement. അതിനുശേഷം സമ്മേറ്റഡ് സ്കെയിൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് ലിക്കേർഡ് സ്കെയിൽ എന്നും പറയും. സമ്മേറ്റഡ് സ്കെയിൽ അല്ലെങ്കിൽ ലിക്കേർഡ് സ്കെയിൽസ് ഡെവലപ്ഡ് ബൈ യൂട്ടിലൈസിങ് ദിസ് അപ്രോച്ച്. ഐറ്റം അനാലിസിസ് അപ്രോച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സമ്മേറ്റഡ് സ്കെയിൽ അല്ലെങ്കിൽ ലിക്കേർഡ് സ്കെയിൽ. കൺസെൻസസ് അപ്രോച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. ഇനി നാലാമത് പറയുന്നത് ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച്. ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ചിൽ പ്രധാനമായിട്ടുണ്ടാവുന്നത് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു വിച്ച് ദ റെസ്പോണ്ടൻറ്റ് എക്സ്പ്രസ് ഹിസ് അഗ്രിമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്. റെസ്പോണ്ടൻറ്റിൻ്റെ അഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് തന്നെയാണ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചറാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് വിത്ത് വൺ അനദർ, ഓരോ പോയിൻറ്റും എന്താണ് റിലേറ്റഡ് ആയിരിക്കും. എ റെസ്പോണ്ടൻറ്റ് റിപ്ലൈസ് ഫേവറബിളി ടു ഐറ്റം നമ്പർ 3 ഓൾസോ റിപ്ലൈസ് ഫേവറബിളി ടു നമ്പർ 2 and 1. അതായത് ഏതിനെങ്കിലും ഒന്നിനും നമ്മൾ ഒരു ആൻസർ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഏതിനോട് റിലേറ്റഡ് ആയിരിക്കും, അടുത്ത 2 ഐറ്റംസിനോടും അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും. അതാണ് ഈ ക്യുമുലേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. The other person replies favorably to item number 4 may also replies favorable to the item number 3, 2, 1. അപ്പോൾ നാലാമത്തെ ഐറ്റത്തിനാണ് ഫേവറബിൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് 1, 2, 3, 4 എല്ലാം ഒരേ ആൻസറിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഈസ് ബീങ് സോ an individual whose attitude is at a certain point in a cumulative scale will answer favorably all the time of the one side of his point and answer unfavorably on all times of other side. ഒരേ തരത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്താ അത് ഒരേ കേസായിരിക്കും കാണിക്കുക. അപ്പോൾ 4 ആണ് ഫേവറബിൾ എങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം 1, 2, 3, 4 വരെ അത് ഫേവറബിൾ ആണ്. ഇനി അതർ സൈഡ് അൺഫേവറബിൾ ആണെങ്കിലോ അത് അതേപോലെ തന്നെ ആയിരിക്കും അൺഫേവറബിൾ ആയിട്ട് കാണിക്കുന്നുണ്ടാവുക. ദ സ്കോർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് വർക്ക്ഡ് ഔട്ട് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് പോയിന്റ് കൺസേണിങ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹി ആൻസേഴ്സ് ഫേവറബിളി. അവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര ആൻസർ ഫേവറബിളായി പറഞ്ഞു, എത്ര ആൻസർ അൺഫേവറബിളായി. If the investigator knows his total score, he can estimate as to how a respondent has answered individual statements constituting cumulative scales.
റെസ്പോണ്ടൻറ്റ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തത്, എത്രത്തോളം ഫേവറബിൾ ആണ് അൺഫേവറബിൾ ആണ് എന്നെല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്കാലോഗ്രാം അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്കാലോഗ്രാം അനാലിസിസ്. ഇത് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയ ഒന്നാണ്, അതുകൊണ്ട് തന്നെ വല്ലാതെ ഇത് സ്റ്റഡീസിനൊന്നും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. ഇനി ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഫാക്ടർ അനാലിസിസ് അപ്രോച്ചാണ്. ഫാക്ടർ അനാലിസിസ് അപ്രോച്ചിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻസ് ആണ്. ഇവിടെ കോറിലേറ്റഡ് ഐറ്റം ആണ് കാണിക്കുന്നത്. ടു ഡിറ്റർമിൻ ദെയർ ഡിഗ്രി ഓഫ് ഇൻ്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഐറ്റംസ്. തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം പരസ്പരം എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അതിൻ്റെ ഡിഗ്രി എങ്ങനെയാണ്, അത് ഡിറ്റർമിൻ ചെയ്യാനാണ് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ സ്കെയിലിംഗ്. ഈ രണ്ട് സ്കെയിലിംഗ് മെത്തേഡാണ് ഫാക്ടർ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. ദീസ് ടൂൾസ് ആർ നോട്ട് വൈഡ്ലി യൂസ് ടു റിയൽ ബിസിനസ് റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡും അത്രത്തോളം വൈഡായിട്ട് ബിസിനസ് റിസർച്ച് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള സ്കെയിലിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് ആർബിട്രറി, കൺസെൻസസ്, ഐറ്റം അനാലിസിസ്, ക്യുമുലേറ്റീവ് ആൻഡ് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. ആർബിട്രറി അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു അഡ്ഹോക്ക് ബേസിസിൽ ഉണ്ടാക്കുന്നത്, ഗിവൺ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും അത് റെസ്പോൺസ് കളക്ട് ചെയ്യുന്നു. കൺസെൻസസിൽ ഒരു പാനൽ ഓഫ് ജഡ്ജസ് ചെയ്യുന്നു, അവർ കുറച്ച് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ ബേസിൽ അതിനുവേണ്ടി ഡിഫറൻഷ്യൽ സ്കെയിൽ യൂസ് ചെയ്യുന്നു. ഐറ്റം അനാലിസിസിൽ പെർട്ടിക്കുലർ ഐറ്റത്തിനെ അനലൈസ് ചെയ്യുന്നു, അതിനുവേണ്ടി സമ്മേറ്റഡ് സ്കെയിൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിക്കേർഡ് സ്കെയിൽ യൂസ് ചെയ്യുന്നു. ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ചിൽ നമുക്ക് ഒരു ആൻസർ ഉണ്ടെങ്കിൽ അത് എപ്പോഴും മറ്റൊന്നുമായിട്ട് റിലേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും, അത് ക്യുമുലേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കാലോഗ്രാം ആണ്. ലൂയിസ് ഗട്ട്മാൻസിൻ്റെ സ്കാലോഗ്രാം അനാലിസിസാണ് യൂസ് ചെയ്യുന്നത്. ഫാക്ടർ അനാലിസിസിൽ കോറിലേഷനാണ് നോക്കുന്നത്, എത്രത്തോളം ഐറ്റംസ് തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ട്, അതിൻ്റെ ഡിഗ്രി എങ്ങനെയാണ്, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി മൾട്ടി ഡയമെൻഷണൽ സ്കെയിലിങ്ങോ അല്ലെങ്കിൽ സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന പ്രധാന പോയിന്റുകൾ, അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.